പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജി കോഡ് നമ്പർ 331 2024 ഒക്ടോബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് ആണ്. 5 മാർക്കിന്റെ ഓപ്ഷണൽ മോഡുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഓപ്ഷണൽ മോഡുകൾ അല്ലാത്ത ഭാഗത്തൊന്നും 5 മാർക്കുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടക്കുന്നത്. 2024 ഏപ്രിലാണ് ഫസ്റ്റ് നടക്കുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോഷ്യോളജിയുടെ സബ്ജക്റ്റിന്റെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. പിന്നീട് 2024 ഒക്ടോബറിൽ നടന്നാണ്. അതിൽ 5 മാർക്കിന്റെ ഓപ്ഷണൽ മോഡുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്ത് ഓപ്ഷണൽ മോഡുകൾ കാണുന്നുണ്ടാവും. 29A, 29B, 30A, 30B ആ രീതിയിൽ കാണുന്നുണ്ടാവും. ആ ഓപ്ഷണൽ മോഡുകളിൽ വരുന്ന ഓപ്ഷണൽ മോഡുകളിൽ ഏതൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ 60% സിലബസിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷണൽ മോഡുകൾ Aയിൽ അല്ലെങ്കിൽ Bയിൽ ഏതെങ്കിലും ഒന്നാണ് പഠിക്കേണ്ടത്. അതിൽ തന്നെ ചില ചാപ്റ്ററുകൾ Aയിൽ ചില ചാപ്റ്ററുകളുണ്ട്, Bയിൽ ചില ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. Aയിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, Bയിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഭാഗങ്ങൾ. ഇപ്പൊ നമ്മുടെ വുമൻസിന്റെ ഭാഗങ്ങളും ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ എക്സാമിന് പഠിക്കേണ്ട ഭാഗമാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വുമൻ സ്റ്റാറ്റസ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് സൈറ്റിൽ ഓൺലൈൻ കോഴ്സ് ഓഫ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ബ്യൂരിഫിക്കേഷൻ സിലബസ് കാണാം. 60% ഭാഗമുള്ള ഭാഗമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ മോഡുകൾ എന്നും ബിന്നും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം എന്നുള്ള. രണ്ടും വേണ്ട. 49 തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 49 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്. അതേപോലെ 49 വീണ്ടും 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ മോഡുകളുള്ള ഭാഗത്താണ് വരുന്നത്. അതിൽ പറയുന്നത് എ സീരീസ് ഓഫ് ലോ ഹാവ് ആക്ച്വലി പേവ്ഡ് ഇൻ ദി വേ ഓഫ് ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ദി ലോ ഓഫ് വുമൻസിന്റെ കാര്യങ്ങൾ. സ്ത്രീകളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിക്കോട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരുപാട് നിയമങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങളിൽ നിന്ന് ഏതെങ്കിലും 5 നിയമങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിയമങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് ബ്രിട്ടീഷ് ഭരണാധികാരികളായിക്കോട്ടെ, ജനാധിപത്യ ഗവൺമെന്റ് കാലഘട്ടം ആയിക്കോട്ടെ, 5 നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ ഇതുണ്ട്. 1954 പ്രത്യേക വിവാഹ നിയമം വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യുന്ന കാര്യം. 18 വയസ്സായ 21 വയസ്സായ പുരുഷനും അതേപോലെ തന്നെ 18 വയസ്സായ സ്ത്രീയാണ് വിവാഹം ചെയ്യേണ്ടത്. പക്ഷെ 18 തികയാത്ത ആളുകളൊക്കെ അന്ന് വിവാഹം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ 2000 അതായത് ഒരു 2015 ശേഷമൊക്കെയാണ് 18 വയസ്സിന്റെ ഒരു നിയമം വന്നത്. അതുവരെ നിയമം ഉണ്ടെങ്കിലും അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 21 വയസ്സ് പുരുഷനും സ്ത്രീക്ക് 18 പിന്നെ അതേപോലെ തന്നെ 1955 ഹിന്ദു വിവാഹ നിയമം, അതല്ല 1961 സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധനം നിർബന്ധിച്ച് വാങ്ങാൻ പാടില്ല, അത് കുറ്റകരമാണ്, അതിന് ശിക്ഷാ നടപടികളുണ്ട് എന്നുള്ളത് നമ്മുടെ മൗലികാവകാശത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങളൊക്കെ വളരെ ഇതാണ്. 1961 പ്രസവാനുകൂല്യ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സൗജന്യമായിട്ടൊക്കെ പ്രസവങ്ങളും ആനുകൂല്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. 1976 തുല്യവേതന നിയമം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വേതന, ഒരേ ജോലി ചെയ്താൽ ഒരേ വേതനം കൊടുക്കണം എന്ന് നമ്മൾ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേപോലെ 1976 ശൈശവ വിവാഹ നിയന്ത്രണ നിയമം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത്. 1986 കുടുംബ കോടതി, കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബ കോടതികൾ. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർ വൈവാഹിക ജീവിതത്തിലായിക്കോട്ടെ, വൈവാഹികമല്ലാത്ത ജീവിതത്തിലൊക്കെ കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ വരാം. അതൊക്കെ ഈ കുടുംബ കോടതി വഴിയാണ് പരിഹരിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരു 5 എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 5 മാർക്കാണ് വരുന്നത്. ഇനി അത് അറിയാത്തവരാണെങ്കിൽ അതിൽ ബി ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദി മോഡേൺ പീരിയഡ് ഓഫ് ഇന്ത്യ. സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് മോഡേൺ പീരിയഡ്. അത് സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. ഏകദേശം നമുക്കത്
ചാപ്റ്റർ വരുന്നത് 35-ാമത്തെ ചാപ്റ്റർ, 33-ാമത്തെ ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട് സ്ത്രീകളുടെ. 30-ന് ശേഷമുള്ള ചാപ്റ്ററിലാണ് സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മോഡേൺ പീരിയഡ് ഡിസ്കസ് ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദി പീരിയഡ് ഓഫ് മോഡേൺ പീരിയഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. മോഡേൺ പീരിയഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മോഡേൺ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടമാണ്. അത് നമ്മൾ 19-ാം നൂറ്റാണ്ടും ആകാം, 20-ാം നൂറ്റാണ്ടാകാം, 21-ാം നൂറ്റാണ്ടൊക്കെ വരാം. ആധുനിക കാലഘട്ടത്തിൽ ഒരു പാർട്ടിയാർക്കൽ സിസ്റ്റമാണ്, പുരുഷാധിപത്യമാണ്. കുടുംബത്തിലെ ആധിപത്യം പുരുഷന് എന്നുള്ള രീതിയിലാണ്. വിവാഹം ചെയ്താലും പുരുഷന് ആധിപത്യം എന്നുള്ള രീതിയിലാണ്. എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇത് ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മോഡേൺ ടൈമിൽ സ്ത്രീകളെ കുറിച്ച് എഴുതുമ്പോൾ അവിടെ പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസും എഴുതണം. പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടം, 1947 മുമ്പുള്ള കാലഘട്ടത്തിൽ വുമൺസ്, സ്ത്രീകളെ ആരാധിച്ചിരുന്നത് അതായത് അമ്മമാരെയും അതേപോലെ ദൈവത്തെയായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ ഒരു സെക്കൻഡറി ആണ്, ഒരു 2ാം ഘട്ടമാണ്. പ്രൈമറിയായി കാണാതെ, പ്രൈമറി എന്ന് പറയുന്നത് പുരുഷന്മാരായിട്ടാണ്, ഏറ്റവും ഉയർന്ന തലത്തിൽ പുരുഷന്മാരാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരു സെക്കൻഡറി പ്ലേസ്, ഒരു സെക്കൻഡ് ഹാൻഡ് 2ാം തലത്തിലേക്ക് മാറ്റാണ്. അത് സമൂഹത്തിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ സിസ്റ്റം വന്നിട്ടുണ്ട്, ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥകളൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. രാജാ റാം മോഹൻ റോയിയാണ് സതി ആക്ട് 1829 സതി നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ജ്യോതിബ ഫൂലെയാണ് ഫസ്റ്റ് സ്കൂൾ കൊണ്ടുവന്നത്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ കൊണ്ടുവന്നത്, സ്ത്രീകൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നേറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വിഡോ മാരേജ് ആക്ട് 1856 വന്നു. ഇതൊക്കെ ഒരു പ്രീ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഇതേപോലെ തന്നെയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഴുതണം. 5 മാർക്കാണ്. അപ്പോൾ 2.5 മാർക്കാണ് ഈ പ്രീ ഇൻഡിപെൻഡൻസും, 2.5 മാർക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസും എഴുതാം. 1947 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിൽ ജനാധിപത്യ റിപ്പബ്ലിക്കായി, ഗവൺമെന്റ് വന്നു, ഭരണഘടന വന്നു. ഭരണഘടനയിൽ ചില നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കണം സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ബാബേ സാഹിബ് അംബേദ്കർ ആണ് ഇലക്ടഡ് ആസ് ദ ലോ മിനിസ്റ്റർ ഇൻ ദി ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ആദ്യത്തെ ബാബ സാഹിബ് അംബേദ്കർ ആണ് ലോ മിനിസ്റ്ററായി വന്നത്. സ്ത്രീകളുടെ ഒരുപാട് ലിബറേഷൻ ഓർഗനൈസേഷനൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്വയം മുന്നിട്ടിറങ്ങാനും അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീം, സ്വയം പര്യാപ്തിയും സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് 20-21-ാം നൂറ്റാണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാക്ഷരതയിലായിക്കോട്ടെ, പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, സ്ത്രീകളുടെ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ലിറ്ററേച്ചർ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ആർട്ടിക്സ് മേഖല ആയിക്കോട്ടെ, പൊളിറ്റിക്സ്, ഡ്രാമ, ഇങ്ങനെ എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികളും വീട്ടിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. സ്ത്രീകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ജോലികൾ, പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികൾ സ്ത്രീകൾ ഇന്ന് ഗവൺമെന്റ് മേഖലകളിലാണ്, സ്വകാര്യ മേഖല, ഏത് മേഖല അവർക്ക് ജോലി ചെയ്യാൻ മടിയില്ല എന്നുള്ള അവർ പുരുഷന്മാർ വാങ്ങുന്ന അതേ ശമ്പളം തന്നെ വാങ്ങാൻ കാരണമായി. ഇനി നമുക്ക് ഓപ്ഷൻ മൊഡ്യൂളിൽ അടുത്ത 49 വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലും നമ്മൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വാട്ട് ഈസ് കൾച്ചർ? എക്സ്പ്ലെയിൻ ടു ബ്രോഡ് കോമ്പണൻസ് ഓഫ് കൾച്ചർ. എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്? അതിന്റെ 2 കോമ്പണൻസ് ഏതൊക്കെയുള്ളതാണ്. ഇത് ഈ കൾച്ചറുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. കറക്റ്റ് ചാപ്റ്റർ ഞാൻ പറയാം. 32B-യിലാണ്. 32B, 33B ഭാഗത്താണ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അതിനൊരു നിർവചനം വേണം എന്നതാണ്. ബ്രിട്ടീഷ് പണ്ഡിതനായ എഡ്വേർഡ് ടൈലർ അദ്ദേഹത്തിന്റെ പ്രാകൃത സംസ്കാരം എന്ന കൃതിയിൽ സംസ്കാരത്തിന് നരവംശാസ്ത്രപരമായ ഒരു നിർവചനം. സമൂഹത്തിൽ ഒരംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനമായിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, കല, സദാചാര, നിയമം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായിട്ടുള്ള ഒരു ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതായത് നാഗരികത. സംസ്കാരത്തിന് പ്രശസ്തമായി മറ്റൊരു നിർവചനം നൽകിയത് നരവംശാസ്ത്രത്തിലെ നിർവഹണവാദത്തിന്റെ സ്ഥാപനമായ പോളണ്ടിലെ മലിനോവ്സ്കിയാണ്. അപ്പോൾ സംസ്കാരം നമ്മുടെ ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ രീതിയാണ്. ഒരു ജനതയുടെ മൊത്തം ജീവിത രീതിയാണ്.
പെരുമാറ്റത്തിലുള്ള ഒരു അമൂർത്തീകരണമാണ്, അഭ്യസിച്ച പെരുമാറ്റമാണ്, പഠന സഞ്ചയങ്ങളുടെ കലവറാണ്, വ്യക്തിത്വത്തിന്റെ ഗണത്തിൽ നിന്ന് ആർജിക്കുന്നതാണ്, പെരുമാറ്റത്തെ നൈതികമായി നിയന്ത്രിക്കുന്ന സംവിധാനമാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഇതിന്റെ 2 കോമ്പണൻസ് ഏതൊക്കെയെന്നത് ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്, ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇതിൽ 2 കോമ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് മെറ്റീരിയൽ കോമ്പണൻസ്, ഒന്ന് നോൺ മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പണൻസ് കൾച്ചർ സംസ്കാരത്തിൽ അതിൽ നമുക്ക് വരുന്നത് മെറ്റീരിയൽ കോമ്പണൻസ് ആണ്. എവറിത്തിങ് ദാറ്റ് ഈസ് മെയ്ഡ് ഫാഷനൈസ്ഡ് ആണ്, ഫാഷനൈസ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർഡ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ് സൊസൈറ്റി ആണ്. ഇറ്റ് ഈസ് ടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ ഭക്ഷണം, ഫുഡ് വരാം, ഡ്രസ്സ് വരാം, ഓർണമെന്റ്സ് വരാം, ഓട്ടോമൊബൈൽസ് ഐറ്റംസ് വരാം. ഇതൊക്കെ ഇതിലാണ് മെറ്റീരിയൽ ആയിട്ടുള്ള കോമ്പണൻസ് ആണ് കൾച്ചറിന്റെ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ്. ഒരു പലതരത്തിലുള്ള വസ്ത്ര രീതിയിലും ഭക്ഷണ രീതിയിലും ഒക്കെ നമ്മൾ ഇന്ത്യനെ എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത രീതിയാണ്. അവരുടെ ആഭരണം ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, ഭക്ഷണ രീതികളായിക്കോട്ടെ, എല്ലാം പറ്റിയത്. നോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അത് ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സിംബൽസ് ആകാം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ചില ആളുകൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാം, ഐഡിയാസ്, ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ വരാം. ഓക്കെ, ചില ആളുകൾക്ക് വിശ്വാസങ്ങൾ ഉണ്ടാവും, ഓരോ മതത്തിന് അതിൻ്റെതായ വിശ്വാസങ്ങൾ ഉണ്ടാവും, പള്ളി, അമ്പലം, അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും. മ്യൂസിക്, സോങ്, ഡാൻസ്, ഇതൊക്കെയാണ് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കോമ്പണൻസിൽ വരുന്നത്. ഇനി ഇത് അറിയാത്തവര് ഹൗ ഇസ് കൾച്ചർ ലേൺഡ് ബിഹേവിയർ, വാട്ട് ഇസ് ഇറ്റ്, എങ്ങനെയാണ് കൾച്ചർ ലേൺഡ് ബിഹേവിയർ ആകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് എൻകൾച്ചറൈസേഷൻ? മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ എന്ന് പറയുന്നത് ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ വീട്ടിൽ ചെയ്യുന്നത് കണ്ട് നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു മുസ്ലിം വീടാണ് നമസ്കരിക്കുന്നത് കണ്ട് കുട്ടികൾ അതുപോലെ നമസ്കരിക്കുക എന്നുള്ള രീതിയിലാണ്. ഇതേപോലെ തന്നെ ഒരു അമ്മ, ഒരു കുട്ടി, ഒരു കിളിയാണെങ്കിൽ ആ കിളി മുട്ടയിട്ട് കുട്ടികളെ പ്രസവിച്ച് കുട്ടികളെ മുട്ട വിരിച്ച് കുട്ടികളെ പരിപാലിക്കുന്നു. ഇത് മറ്റുള്ള കുട്ടികൾ കാണണം, അല്ലെങ്കിൽ മറ്റുള്ള കിളികൾ കാണുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കണ്ട് പഠിക്കുന്ന രീതിയാണ് ലേൺഡ് ബിഹേവിയർ. ഒരു അമ്പലത്തിൽ പോയി തൊഴുതുന്ന കാണുമ്പോൾ മറ്റുള്ളവർ അതിന്റെ പിന്നാലെ പോയി തൊഴുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ലേൺഡ്. മറ്റുള്ളവർ ചെയ്യുന്നത് കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. എൻകൾച്ചറലൈസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഫോർമൽ സ്കൂളിൽ നിന്ന് അല്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എൻകൾച്ചറലൈസേഷൻ. ടീച്ച് ആൻഡ് ലേണിംഗ് ഓൾ ആസ്പെക്ട് ഓഫ് കൾച്ചർ. ഈ എൻകൾച്ചറലൈസേഷൻ വരുന്നതാണ് വാല്യൂ, നോം, ആറ്റിറ്റ്യൂഡ്, മൊറാലിറ്റി, എവറിഥിങ് ഹാസ് ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻകൾച്ചറലൈസേഷനിൽ വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഓപ്ഷണൽ മോഡ്യൂൾ എന്ന് വരുന്നത്. ഓപ്ഷണൽ മോഡ്യൂൾ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമ്മൾ സിലബസ് എടുത്ത് നോക്കണം. അതേപോലെ തന്നെ ഓരോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലും 5 മാർക്കിന്റെ ഓപ്ഷണൽ മൊഡ്യൂൾ അല്ലാത്ത ഭാഗത്ത് ചോദിക്കുന്ന 5 മാർക്കിന്റെ ആണ്. തുടർന്നുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.